ഹലോ, ജാസിയാണ്. അപ്പോൾ ആഷിയുടെ ഉമ്മാന്റെ ഒരു വീഡിയോ ഭയങ്കരമായിട്ട് എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഞാൻ എന്നെ വെളുപ്പിക്കാനോ അല്ലെങ്കിൽ ആഷിന്റെ ഉമ്മാനെ കുറ്റക്കാരിയാക്കാനോ അല്ല ഈ വീഡിയോ ചെയ്യുന്നത്. പിന്നെ അതിൽ ഉമ്മ കുറെ കള്ളങ്ങൾ പറഞ്ഞത്. ഞാൻ ഉമ്മാനെ ഇതുവരെ തെറി പറഞ്ഞിട്ടില്ല. അങ്ങനെ തെറി പറഞ്ഞിട്ടില്ല. ആ ഉമ്മ വീഡിയോസ് ഇറക്കട്ടെ, ഞാൻ തെറി പറഞ്ഞൊരു വോയിസ് ഉണ്ടെങ്കിൽ അത് ഇറക്കട്ടെ. ആ ഉമ്മ എന്നെ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അത് ഉമ്മ എന്ന ഒരു പരിഗണന വെച്ച് ഞാൻ അത് ഇവിടെ കൊണ്ടുവരാൻ താല്പര്യപ്പെടുന്നില്ല. ഉമ്മ എന്തിനാ ഉമ്മ ഇങ്ങനെ കുറെ നുണകൾ ഇറക്കുന്നത്? എന്ത് ഒരു ഇതാണ് അതിൽ ഉമ്മക്ക് കിട്ടുന്നത്? എന്നെ പല ആൾക്കാരും വാക്ക് കിട്ടും. എന്തിനാണ് ഉമ്മ എന്നെ പേഴ്സണലി താറടിക്കുന്നത്? ഞാൻ ഉമ്മക്ക് എന്ത് ദ്രോഹമാണ് ഇട്ടിട്ട് പോവാണെങ്കിൽ എന്നോ പോകണം ആഷി. കാരണം ഇതിനു മുമ്പ് കുറേ സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒന്ന് അകന്ന് വീണ്ടും ഞങ്ങൾ ജോയിൻ ആയ വ്യക്തികൾ. അപ്പം ഞങ്ങളെ സ്നേഹം അത്രത്തോളം ഉണ്ട്. ഉമ്മാക്ക് ഇപ്പോഴും എൻ്റെ പെണ്ണുങ്ങളെ പോലത്തെ വീഡിയോസ് ചെയ്യുന്ന ആൺകുട്ടികളെ പോലത്തെ വീഡിയോസ് ചെയ്തുകൂടെ എന്നൊക്കെ പറയുമായിരുന്നു. അംഗീകരണം ഇപ്പോഴും ഇല്ല. ലൈക്ക് ഇപ്പോഴും ഒരു 50-50 ചാൻസിലാണ് നിൽക്കുന്നത്. പിന്നെ നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കുക എന്നുള്ളൊരു തോന്നലാണ്. ഉമ്മാക്ക് ഇപ്പോഴും ഞാനൊരു എൻ്റെ മോനാണ് എന്ന് പറയുന്നതാണ് ഇപ്പോഴും ഉമ്മാക്ക് ഇഷ്ടം. അല്ലെങ്കിൽ ഉമ്മാൻ്റെ മോളെന്നൊക്കെ കൂടുതൽ ഉപരി എന്നെ ഇപ്പോഴും ഒരു മകനായിട്ട് തന്നെയാണ് ഉമ്മ കാണുന്നത്. ഹലോ, മിർഷാദ് വിസി ബ്ലോഗ് എന്നെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് മറ്റൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. വിഷയം മറ്റൊന്നുമല്ല, നമ്മൾ 2 ദിവസം മുമ്പ് ഒരു വീഡിയോ ഇട്ടിരുന്നു. ആഷിയുടെ ഉമ്മാനായിട്ടുള്ള ഒരു ഇന്റർവ്യൂവിന്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ കാണിച്ച് അതിൽ ആഷിയുടെ ഉമ്മ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ പറഞ്ഞ് അതിനൊക്കെ കുറിച്ച് നമ്മൾ സംസാരിച്ചിരുന്നു. അപ്പോൾ അതിനെതിരെ ജാസി പ്രതികരിച്ച് ഇൻസ്റ്റഗ്രാമിലൊരു ഒന്ന് രണ്ട് വീഡിയോ ഇട്ടിരുന്നു. പറഞ്ഞതൊക്കെ പച്ചക്കള്ളമാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ആദ്യം അതിന്റെ കുറച്ച് ഭാഗങ്ങളൊന്നും നമുക്ക് കാണാം. പിന്നെ അത് കഴിഞ്ഞിട്ട് ജാസി വേറൊരു ഇന്റർവ്യൂവിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിലും എന്തൊക്കെയാണ് പറയുന്നത് എന്നൊന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ജാസി ഈ ഇൻസ്റ്റഗ്രാമിൽ വിട്ട ഒരു വീഡിയോ ഒന്ന് കാണാം. ഹലോ, ജാസിയാണ്. അപ്പോൾ ആഷിയുടെ ഉമ്മാന്റെ ഒരു വീഡിയോ ഭയങ്കരമായിട്ട് എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഞാൻ എന്നെ വെളുപ്പിക്കാനോ അല്ലെങ്കിൽ ആഷിന്റെ ഉമ്മാനെ കുറ്റക്കാരിയാക്കാനോ അല്ല ഈ വീഡിയോ ചെയ്യുന്നത്. എന്നെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ സത്യം എന്താണെന്ന് അറിയുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവർക്ക് എത്തിക്കാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ആഷിയുടെ ഉമ്മാക്കുള്ള ഒരു വികാരം എന്ന് പറയുന്നത് ആഷിയുടെ ഉമ്മാന്റെ മകനായ ആശയെ ഞാൻ പിടിച്ചു വെച്ചിരിക്കാന്നാണ്. ഞാനിപ്പോൾ ഉള്ളത് കുറ്റിപ്പുറത്ത് എന്റെ വീട്ടിലാണ്. ആശ ഉള്ളത് കൊച്ചിയിലാണ്. ആശയ്ക്ക് പോവാന്നുണ്ടെങ്കിൽ എപ്പോഴോ പോവാം. പക്ഷെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, 2 പേര് സ്നേഹിച്ചു കഴിഞ്ഞാൽ അത് പല വീട്ടിലും പല പ്രോബ്ലംസും ഉണ്ടാവാറുണ്ട്. പക്ഷെ എങ്കിൽ പോലും സ്നേഹബന്ധങ്ങൾക്ക് ഒരു വാല്യൂ ഉണ്ട്. സ്വന്തം മകനെ വളരെ മോശം എന്ന രീതിയിൽ വീഡിയോ ചെയ്യുന്ന വ്യക്തിയാണ് ഫഹദും അതേപോലെ നന്ദിനി റെഡ്ഡിയും. ആ പറഞ്ഞ 2 പേരെയും ആ ഉമ്മ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഉമ്മാന്റെ മോട്ടീവ് എന്താന്നുള്ളത്. ഉമ്മാക്ക് വേണ്ടത് ഉമ്മാന്റെ മകനെയോ അല്ലെങ്കിൽ എന്നെ മരുമകളായിട്ട് അംഗീകരിക്കുന്നതോ അല്ല. ഒരിക്കലും ആ ഉമ്മ ഞാൻ വിചാരിച്ചിരുന്നു ആ ഉമ്മ ഇന്നല്ലെങ്കിൽ നാളെ എന്നെ അംഗീകരിക്കുന്നുണ്ട്. പക്ഷെ ആ ഉമ്മാന്റെ വാക്ക് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായത് ഒരിക്കലും ആ ഉമ്മ അംഗീകരിക്കാൻ തയ്യാറല്ല. ഞാനൊരു ട്രാൻസ് ആയി പോയതാണോ തെറ്റെന്ന് എനിക്ക് അറിയില്ല. ഒരുപാട് ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആൾക്കാരെ, ഉന്നത നിലയിലുള്ള ആൾക്കാർ കല്യാണം കഴിച്ചത് വളരെ ഹാപ്പി ആയിട്ട് ജീവിക്കുന്ന നമ്മുടെ ഈ സൊസൈറ്റിയിൽ ഇത്തരം ആൾക്കാര്, പിന്നെ അതിൽ ഉമ്മ കുറെ കള്ളങ്ങൾ പറഞ്ഞത്. ഞാൻ ഉമ്മാനെ ഇതുവരെ തെറി പറഞ്ഞിട്ടില്ല. അങ്ങനെ തെറി പറഞ്ഞിട്ടില്ല. ആ ഉമ്മ വീഡിയോസ് ഇറക്കട്ടെ, ഞാൻ തെറി പറഞ്ഞൊരു വോയിസ് ഉണ്ടെങ്കിൽ അത് ഇറക്കട്ടെ. ആ ഉമ്മ എന്നെ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അത് ഉമ്മ എന്ന ഒരു പരിഗണന വെച്ച് ഞാൻ അത് ഇവിടെ കൊണ്ടുവരാൻ താല്പര്യപ്പെടുന്നില്ല. അപ്പൊ ഇതില് ജാസി പറയുന്നത് ആഷിയുടെ ഉമ്മ പറഞ്ഞത്, ആ ഇന്റർവ്യൂവിൽ പറഞ്ഞതൊക്കെ പച്ചക്കള്ളാണ്. ഒരുപാട് കള്ളങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സ്വന്തം മോനെ കുറ്റം പറഞ്ഞ് വീഡിയോ ചെയ്യുന്ന നന്ദിനി റെഡ്ഡിയെയും ഫഹദിനെയും ഉമ്മ സപ്പോർട്ട് ചെയ്ത് കണ്ടാണ് സംസാരിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. സ്വന്തം മകനെ പറ്റി കുറ്റം പറഞ്ഞ് വീഡിയോ ചെയ്യുന്ന ഒരാളെ ഉമ്മ സപ്പോർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് ആ ഉമ്മാക്ക് സ്വന്തം മകനെ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണെന്നുള്ളത് ആ ഉമ്മ ആ ഒരു ഇന്റർവ്യൂവിലും പറയുന്നുണ്ട്. ഫഹദിനോട് ഞാൻ പറഞ്ഞതാണ്, എൻ്റെ വിഷമങ്ങളും സങ്കടങ്ങളൊക്കെ ഞാൻ പറഞ്ഞതാണ്. ഫഹദിന്റെ വീഡിയോയിൽ പറയുന്നുണ്ട് ആ ഉമ്മാന്റെ സങ്കടം കണ്ടിട്ടാണ് എന്തെങ്കിലും പറഞ്ഞിട്ട് അവരതിൽ നിന്ന് പിന്മാറട്ടെ, എന്നിട്ട് ആഷിന്റെ കുടുംബത്തിലേക്ക് തിരിച്ചു വരട്ടെ, ആഷിക്ക് നല്ലൊരു ജീവിതം കിട്ടട്ടെ എന്നൊക്കെ കരുതിയിട്ടാണ് ഞാനിങ്ങനെ വീഡിയോസ് ചെയ്യുന്നത്. അതായത് ഈ ആഷിയുടെ ഉമ്മയും ആഷിയുടെ ജ്യേഷ്ഠനും ഒക്കെ പറഞ്ഞിട്ടാണ് ഈ വീഡിയോസ് ചെയ്യുന്നതെന്ന് ഫഹദും പറയുന്നുണ്ട്. ഫഹദിന്റെ വീഡിയോസിലൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഇതിൽ ജാസി പറയുന്നുണ്ട് ട്രാൻസ് വിഭാഗത്തിൽപ്പെട്ട ഒരുപാട് ആൾക്കാർ ഒരുമിച്ച് വിവാഹം കഴിച്ച് സന്തോഷമായിട്ട് കഴിയുന്നുണ്ടല്ലോ, പിന്നെ എന്താണ് എന്നെ മാത്രം ഉമ്മ അംഗീകരിക്കാത്തത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഓക്കെ, നീ ഒരു ട്രാൻസ് വിഭാഗത്തിൽപ്പെട്ട ആളാണ്, പക്ഷെ ആഷി എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു യഥാർത്ഥ പുരുഷനാണ്. ഈ ആഷി എന്ന് പറയുന്ന ഒരു സ്വന്തം മകന് വേണ്ടിയിട്ട് ഉമ്മ ഒരു വിവാഹം വരെ ഉറപ്പിച്ച്, അതും ആഷിക്ക് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ഒരു വിവാഹം വരെ ഉറപ്പിച്ചതിന് ശേഷമാണ് ആഷി ഗൾഫിലേക്ക് പോകുന്നത്. പിന്നെ അതിന് ശേഷമാണ് നിങ്ങൾ ഒരുമിച്ച് ഒരു റൂമിലാവുന്നതും
അതിൽ നിന്ന് രണ്ടാളുകളെ ചവിട്ടി പുറത്താക്കുന്നതും പിന്നെ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാവുന്നതും അതിനുശേഷം പിന്നെ ആ ഉമ്മ പറഞ്ഞതൊക്കെ പച്ചക്കള്ളാണ്. ഉമ്മാനെ ഞാൻ തെറി വിളിച്ചിട്ടില്ല, ആശി ഫോൺ ചെയ്യുമ്പോൾ ഞാൻ ഫോൺ തട്ടിപ്പറിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്, അതൊക്കെ കള്ളാണെന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ആ ഉമ്മാനെ തെറി വിളിച്ചിട്ടുണ്ട് എന്നുള്ളതൊക്കെ ആ ഉമ്മ ആ വീഡിയോയിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഉമ്മാനെ ഇന്റർവ്യൂ ചെയ്ത ഒരു ഇന്റർവ്യൂവിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, എൻ്റെ മോനായിട്ട് സംസാരിക്കാനും സമ്മതിക്കില്ല എന്നൊക്കെ ഉമ്മ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ആഷിനെ പിടിച്ചു വെച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കാം. ഒരാളെ എങ്ങനെയാണ് പിടിച്ചു വെച്ച് സ്നേഹിക്കുക. ഉമ്മാനോട് ആഷി ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളാണ്. എനിക്ക് ജാസിനെ ഞാൻ ഒരിക്കലും ആഷിന്റെ ഉമ്മാനെ കാണാൻ വേണ്ടി പോകുന്നത് അല്ലെങ്കിൽ ആഷിന്റെ വീട്ടിൽ പോകുന്നത് ഞാൻ ഒരിക്കലും ആഷിനെ എതിര് പറഞ്ഞിട്ടില്ല. ഞാൻ ആഷിന്റെ ഫോണ് ഉമ്മ സംസാരിക്കുമ്പോൾ ഞാൻ ഒരിക്കലും ഉമ്മയോട് സംസാരിക്കേണ്ട അതൊന്നും ഞാൻ പറഞ്ഞില്ല. ഇതൊക്കെ ഉമ്മ പറഞ്ഞത് വെറും നുണകൾ മാത്രമാണ്. പിന്നെ സമൂഹത്തിൽ ഒരു ഉമ്മ പറയുമ്പോൾ അതിന്റെ ഒരു ഇമ്പാക്ട് എത്രത്തോളം ഉണ്ടാവുന്നത് മനസ്സിലായ ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. കാരണം ഒരു ഉമ്മ ഞാൻ പറയുന്നത് എത്രത്തോളം ആൾക്കാർ ഏറ്റെടുക്കുന്നത് എനിക്കറിയില്ല. പക്ഷെ ഉമ്മാന്റെ വാക്കിന് ഒരു വിലയുണ്ട്, അത് ആൾക്കാർ ഏറ്റെടുക്കുന്ന കാര്യം. അതാണ് ഇപ്പൊ ഇത്രയും ആൾക്കാർ അതിനെ കുറിച്ച് ഞാൻ എന്തിനാണ് ആശയെ പിടിച്ചത്. ഇപ്പൊ ആശയ്ക്ക് പോവാം, എന്നെ വിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ആശയ്ക്ക് പോവാം. ഞാനിപ്പോ ഉള്ളത് എന്റെ വീട്ടിലാണ്, ആശയുള്ളത് ഇവിടെ കൊച്ചിയിലാണ്. ആശയ്ക്ക് പോകണമെങ്കിൽ ഈ നിമിഷം കൊണ്ട് പോയിക്കൂടെ. ഉമ്മാന്റെ വാക്കിനൊരു വിലയുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഉമ്മാന്റെ വാക്കിന് വിലയുണ്ട് എന്നുള്ളത് നിന്റെ ഉള്ളിൽ നിനക്കറിയാം. അതുപോലെ ഒരു ഉമ്മയാണിത്. ആ ഉമ്മാന്റെ വാക്കിന് വിലയുണ്ട്, ആ ഉമ്മാന്റെ കണ്ണീരിന് വിലയുണ്ട്. ആ ഉമ്മാക്ക് ആ ഉമ്മാന്റെ മകനെ തിരിച്ചു കിട്ടാൻ വേണ്ടി എന്തും ചെയ്യാനുള്ള അധികാരമുണ്ട്. കാരണം ആ ഉമ്മ നൊന്ത് പ്രസവിച്ച് ഇത്രയും വലുതാക്കിയ ഒരു മകനാണത്. ആ മകനെ നിന്റെ വലയിൽ പെടുത്തി നീ അവൻ എന്തോ ഒരു ട്രാപ്പിൽ പെടുത്തിയിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതൊക്കെ തെളിഞ്ഞു വരും. കാരണം ആ ഉമ്മാന്റെ കണ്ണീര് ഇതിനൊക്കെ സത്യം തെളിഞ്ഞു വരും. എന്നിട്ട് ആ ഉമ്മാക്ക് ആ മകനെ തിരിച്ചു കിട്ടുക തന്നെ ചെയ്യും. അത് നീ നോക്കിക്കോ. കരിവാരി തേക്കണമെങ്കിൽ എനിക്ക് ഉമ്മ പറഞ്ഞ പല വോയിസുകളും ഇതിൽ ഇറക്കാം. പക്ഷെ ഒരിക്കലും ഞാൻ അത് ചെയ്യുന്നില്ല. കാരണം ഞാൻ ആ ഉമ്മാക്ക് റെസ്പെക്ട് കൊടുക്കുന്നുണ്ട്. എന്നെ ആ ഉമ്മാക്ക് ഇഷ്ടമല്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി. പക്ഷെ ഒരിക്കലും ആഷിയുടെ ഉമ്മാന്റെ മകൻ അല്ലാണ്ട് ആവുന്നില്ല. അപ്പൊ എനിക്ക് അത് വീഡിയോ കണ്ടപ്പോൾ എനിക്ക് പേഴ്സണലി ഒരുപാട് വിഷമമായി. കാരണം ഉമ്മ ഒരു മാധ്യമത്തിന് മുമ്പിൽ വന്ന് പറയുമ്പോൾ അത് ആൾക്കാരെ എടുക്കുന്ന ഒരു അംഗീകാരമുണ്ട്. കാരണം ഉമ്മ എന്ന് പറഞ്ഞ ഒരു വ്യക്തിക്ക് കൊടുക്കുന്ന വാല്യൂ ഉണ്ട്. പക്ഷെ അത് വെച്ച് ഉമ്മ എന്തിനാ ഉമ്മ ഇങ്ങനെ കുറെ നുണകൾ ഇറക്കുന്നത്? എന്ത് ഒരു ഇതാണ് അതിൽ ഉമ്മാക്ക് കിട്ടുന്നത്? എന്നെ പല ആൾക്കാരും വാക്ക് കിട്ടി. എന്തിനാണ് ഉമ്മ എന്നെ പേഴ്സണലി താറടിക്കുന്നത്? ഞാൻ ഉമ്മക്ക് എന്ത് ദ്രോഹമാണ് ചെയ്തിട്ടുള്ളത്? ഒരു മകൻ എന്ന രീതിയിൽ ഉമ്മ ഉമ്മാനെ നോക്കുന്ന ഉമ്മക്ക് എത്ര വട്ടം ഉമ്മ എന്റെ പേഴ്സണൽ അക്കൗണ്ടിൽ നിന്ന് അമ്മങ്ങൾക്ക് ഞാൻ പൈസ ഗൂഗിൾ പേ ചെയ്ത് തന്നിട്ടുള്ളത്. അതിന്റെ തെളിവുകളും ഇതും എന്റെ കയ്യിലുണ്ട്. പക്ഷെ അതൊക്കെ ഞാൻ എന്തിനാ അമ്മ ഞാൻ സോഷ്യൽ മീഡിയ കൊണ്ട് കാണിക്കുന്നത്? അതൊക്കെ എത്ര മോശമായ കാര്യങ്ങളാണ്. എനിക്ക് വേറെ ഒന്നും പറയാനില്ല. സത്യം വിജയിക്കട്ടെ. ഇന്നല്ലെങ്കിൽ നാളെ പടച്ച റബ്ബിനെ അറിയാലോ എന്താണ് സത്യം, അല്ലെങ്കിൽ ആരാണ് നുണ പറയുന്നത്. അത് ഇന്നല്ലെങ്കിൽ നാളെ കർമ്മ എന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നമുക്കത് മനസ്സിലാക്കി തരും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്കത് മനസ്സിലാവുമെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. എനിക്ക് വേറെ ഒന്നും പറയാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലാണ്. അത്രമാത്രം പറയുന്നു. എല്ലാവരുടെയും സ്നേഹം മാത്രം. താങ്ക് യു. ഇപ്പൊ എന്തൊരു ഡീസന്റ് ആയിട്ടാണ് സംസാരിക്കുന്നത്. ഉമ്മാന്റെ കാല് പിടിച്ച് സംസാരിക്കുന്നത് പോലെയാണ് ഇപ്പൊ സംസാരിക്കുന്നത്. ഞാൻ എന്ത് ദ്രോഹം ഉമ്മാക്ക് ചെയ്തിട്ടുള്ളത്? ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടോ ഉമ്മ എന്നെ എങ്ങനെ ഉപദ്രവിക്കുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നീ ചെയ്ത ഏറ്റവും വലിയ ദ്രോഹം ആ ഉമ്മാന്റെ ഒരു മകനെ നീ തട്ടിയെടുത്തു എന്നുള്ളതാണ്. ആ ഉമ്മാന്റെ ഒരു യഥാർത്ഥ പുരുഷനായ ഒരു ആൺകുട്ടിയാണ് നീ തട്ടിയെടുത്തത്. അത് എന്ത് പറഞ്ഞിട്ടാണ്, എന്ത് ട്രാപ്പിൽ പെടുത്തിയിട്ടാണ് നീ തട്ടിയെടുത്തിട്ടുള്ളത് എന്നുള്ളത് ഇപ്പോഴും അവരുടെ കുടുംബത്തിനും ഈ ആശിയുടെ മൂത്ത ജ്യേഷ്ഠനും അവരുടെ കുടുംബങ്ങൾക്കും അവന്റെ പെങ്ങന്മാർക്കും ഒന്നും ഇപ്പോഴും മനസ്സിലാവുന്നില്ല. എന്ത് ട്രാപ്പിലാണ് നീ അവനെ വീഴ്ത്തിയത്, എന്തൊരു കെണിയിലാണ് അവൻ പെട്ട് കിടക്കുന്നത് ആർക്കും മനസ്സിലാവുന്നില്ല. നമ്മൾ കാണുന്ന പ്രേക്ഷകർക്കും മനസ്സിലാവുന്നില്ല. അപ്പൊ അത് നീ ചെയ്ത ദ്രോഹം, ആ ഉമ്മാക്ക് ചെയ്ത ദ്രോഹം അത് തന്നെയാണ്. ആ ഒരു മകനെ തട്ടിയെടുത്തു എന്നുള്ളത് തന്നെയാണ്. പിന്നെ നീ പറയുന്നുണ്ട് പടച്ച തമ്പുരാൻ ഒരു നാള് സത്യം തെളിയിക്കും, കർമ്മയിൽ വിശ്വസിക്കുന്നുണ്ട്, ഒരു നാളിൽ സത്യം തെളിയും എന്നൊക്കെ പറയുന്നുണ്ട്. ആ സത്യം തെളിയാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ ഉമ്മയും ഈ കുടുംബം കാത്തിരിക്കുന്നത്. ആ സത്യം തെളിഞ്ഞ് അവർക്ക് അവരുടെ മകനെ തിരിച്ചു കിട്ടണം എന്നുള്ളത് തന്നെയാണ് അവരുടെ ആവശ്യം. അതിനു വേണ്ടിയിട്ട് തന്നെയാണ് അവർ ഈ ഉമ്മ ഈ മീഡിയക്ക് മുന്നിലും ഇത്രയും കാലം മീഡിയക്ക് മുന്നിൽ വരാത്ത ഈ ഒരു ഉമ്മ മീഡിയക്ക് മുന്നിൽ വന്ന് കരയുന്നത് അവർക്ക് അവരുടെ മകനെ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പൊ നീ പറയുന്നുണ്ടല്ലോ പടച്ച തമ്പുരാന് സത്യം ഒരു നാൾ തെളിയിക്കും എന്നുള്ളത്. ആ സത്യം തെളിയുന്നത് ആ ഉമ്മാക്ക് വേണ്ടിയായിരിക്കും. ഈ ഒരു ഉമ്മാന്റെ കണ്ണീരിന്റെ ഫലമായിരിക്കും. അപ്പൊ ആ ഉമ്മാക്ക് ആ മകനെ തിരിച്ചു കിട്ടട്ടെ. അപ്പൊ ഇനി വേറൊരു ഇന്റർവ്യൂവില് നല്ല സാരിയൊക്കെ എടുത്തിട്ട് ഒരു ഇന്റർവ്യൂ കൊടുക്കുന്നുണ്ട്. ആ ഇന്റർവ്യൂവിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതും കൂടി നമുക്കൊന്ന് കാണാം.
ജാസിത്ത എന്തൊക്കെയുണ്ട് വിശേഷം? ഫസ്റ്റിൽ തന്നെ പറയാണ് സാരിയിൽ അടിപൊളിയായിട്ടുണ്ട്, എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി. സുഖമായിട്ടിരിക്കുന്നു, നല്ല വിശേഷങ്ങളാണ്. സ്ട്രഗിള് ജാസി താത്ത എന്തൊക്കെയുണ്ട് വിശേഷം? സാരി എടുത്തിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ എന്നൊക്കെ പറഞ്ഞ അവതാരിക്ക് പറയാം. ആദ്യം തന്നെ ജാസി താത്തയല്ല, ജാസി കാക്കയാണ്. എങ്ങനെ വിളിക്കും പറയും പോലെ അല്ലേ? ജാസി താത്താന്നും വിളിക്കാൻ വയ്യ, ജാസി കാക്കാന്നും വിളിക്കാൻ വയ്യ. ഇപ്പോഴും സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് സ്റ്റിൽ. പിന്നെ ലൈഫിൽ എല്ലാവർക്കും കുറേ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ വരും. ഇവൻ എനിക്കും ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. സ്റ്റിൽ ഇപ്പോഴും കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എങ്കിൽ പോലും എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക. നമ്മുടെ പ്രശ്നങ്ങൾ നമ്മൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാണ്ട് നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക. അതാണ് എൻ്റെ ഒരു കോൺസെപ്റ്റ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുന്നത്. എൻ്റെ പ്രശ്നങ്ങൾ പലപ്പോഴും എത്ര പ്രശ്നം ഉണ്ടെങ്കിൽ പോലും അത് നമ്മളെ ഉള്ളിലും മാത്രം ഒതുങ്ങി, അല്ലെങ്കിൽ എൻ്റെ പാർട്ണർ ആഷിനോട് പറയും, അല്ലെങ്കിൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഏതെങ്കിലും നല്ല സുഹൃത്ത് ബന്ധങ്ങൾ ഉണ്ടെങ്കിൽ അവരോട് പറയും. അല്ലാണ്ട് കൂടുതൽ ആൾക്കാരിലേക്ക് എൻ്റെ പ്രശ്നങ്ങൾ അറിയുന്നത് എനിക്ക് ഭയങ്കര ഒരു പ്രയാസമുള്ള കാര്യമാണ്. അത് ശരിയാണ്. വിഷമങ്ങളും കാര്യങ്ങളൊക്കെ പുറത്ത് ആളുകൾ അറിയുന്നത് ഭയങ്കര വിഷമമുള്ള ആൾ തന്നെയാണ്. കാരണം ഇവിടെ ടിക്ടോക്ക് അക്കൗണ്ട് ഉള്ള ആളുകൾക്ക് അറിയാം ഇവരുടെ ഒരു കാര്യങ്ങളും എവിടെയും ആരും അറിഞ്ഞിട്ടില്ല, ഒക്കെ ഇപ്പോഴാണ് അറിയുന്നത് എന്നുള്ളത് ഈ ടിക്ടോക്ക് അക്കൗണ്ട് ഉള്ള ആളുകൾക്ക് അറിയാം. എല്ലാ പ്രശ്നങ്ങളും അവൻ അടിച്ചു, ഇവൻ മാന്തി, ജാസി കടിച്ചു, ആശി മാന്തി എന്ന് പറഞ്ഞ് എന്തിന് ഒന്ന് അനങ്ങിയതിന് എല്ലാത്തിനും ടിക്ടോക്കിൽ വീഡിയോ ഇട്ടുകൊണ്ടിരുന്ന ഒരാൾക്കാളാണ്. പണ്ട് മുതലേ ആളുകൾക്ക് അറിയാം ഇവരുടെ എല്ലാ പ്രശ്നങ്ങളും. ഈ ടിക്ടോക്ക് അക്കൗണ്ട് ഉള്ള ആളുകൾക്കൊക്കെ അറിയാം പണ്ട് മുതൽ. വീട്ടിൽ അറിഞ്ഞ സമയത്ത് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈവൻ ഞാൻ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുകയായിരുന്നു ചെയ്യുന്നത്. പിന്നെ കാരണം ഇനിയും എനിക്ക് വേണ്ടി ജീവിച്ചില്ലെങ്കിൽ അതൊരു ജീവിതം അല്ലാണ്ടായി പോകും. ഞാൻ എന്നോട് കാണിക്കുന്ന വലിയൊരു വഞ്ചനയായി പോകും. അപ്പം അതുകൊണ്ട് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഉമ്മാക്ക് ഇപ്പോഴും ഞാനൊരു എൻ്റെ മോനാണ് എന്ന് പറയുന്നതാണ് ഇപ്പോഴും ഉമ്മാക്ക് ഇഷ്ടം. അല്ലെങ്കിൽ ഉമ്മാൻ്റെ മോളെന്ന കൂടുതൽ ഉപരി എന്നെ ഇപ്പോഴും ഒരു മകനായിട്ട് തന്നെയാണ് ഉമ്മ കാണുന്നത്. ഓക്കെ, ഉമ്മാക്ക് ഉമ്മാന്റെ മോൻ തന്നെയാണ് നീയാണ് മോളാണെന്ന് പറഞ്ഞ് നടക്കുന്നത്. അതിനാ ഉമ്മാനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഉമ്മാക്ക് ഉമ്മാന്റെ ഒരു മകനായി ജനിച്ച നീ ഒരു മോനായി കാണാൻ തന്നെയാവും ആഗ്രഹം. അതിന് ജാസിയുടെ ഉമ്മാനെ കുറിച്ച് പറയുന്നത് കേട്ടോ. ഉമ്മാനക്ക് എങ്ങനെയാണ് എന്നുള്ളത് ചോദിക്കുമ്പോഴാണ് പറയുന്നത്. ഉമ്മാക്ക് മകനായി കാണാൻ തന്നെയാവുമല്ലോ താല്പര്യം. ഇപ്പോഴും മുസ്ലിമായിട്ട് തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. അത് മുസ്ലിമായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ഓക്കെ, ശരിയാ. ഇപ്പോഴും മുസ്ലിമാ. പേരിൽ ജാസി, പിന്നെ ഉപ്പാന്റെയും ഉമ്മാന്റെയും പേര് ഒക്കെ അതാണല്ലോ. അപ്പൊ പിന്നെ മുസ്ലിം തന്നെ. ഓക്കെ, സമ്മതിച്ചു. താത്തമാര് ഒക്കെ ലൈഫ് ഒന്ന് സെറ്റിൽ ആവാൻ വേണ്ടി തന്നെയായിരുന്നു ഞാൻ എൻ്റെ കാര്യങ്ങൾ മറച്ചു വെച്ചത്. അപ്പോൾ അവരൊക്കെ ഇപ്പം ഇൻഷാല്ല എല്ലാം ഒരു നല്ല രീതിയിൽ സെറ്റിലും കാര്യങ്ങളൊക്കെ ആയതിനു ശേഷമാണ് ഞാൻ എൻ്റെ ഐഡന്റിറ്റി റിവീൽ ചെയ്തത്. അതൊരു എത്രാമത്തെ വയസ്സിലായിരുന്നു? വളരെ റീസെന്റ് ഞാൻ അതിൻ്റെ ഐഡന്റിറ്റി റിവീൽ ചെയ്തത്. അതിനു മുമ്പൊക്കെ ഞാൻ ഓൾറെഡി വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നെങ്കിൽ പോലും ഇങ്ങനെ ഒരു ലൈക്ക് പക്ക അങ്ങനെ ഒരു ഐഡന്റിറ്റിയിലായിട്ട് ഇപ്പോൾ വളരെ റീസെന്റ് ആയിട്ടുള്ളൂ. അതിനു മുമ്പൊക്കെ ഞാൻ വീഡിയോസ് ഒക്കെ ചെയ്യുമായിരുന്നു. അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമായതുകൊണ്ട് വീഡിയോസ് ചെയ്യുമ്പോൾ ഒരു പറയുമായിരുന്നു, എന്തിനും ഇങ്ങനെ വീഡിയോസ് ചെയ്യുന്നത്, എന്തിനും പെണ്ണുങ്ങളെ പുറത്ത് വീഡിയോസ് ചെയ്യുന്നത്, ആൺകുട്ടികളെ പുറത്ത് വീഡിയോസ് ചെയ്തുകൂടെ എന്നൊക്കെ പറയുമായിരുന്നു ആൾക്കാർ. പക്ഷെ ഇപ്പോഴാണ് വളരെ റീസെന്റ് ആയിട്ടാണ് ഞാൻ കമൗട്ട് ചെയ്ത് വന്നത്. അതിന് മുമ്പേ ഐഡന്റിറ്റി വളരെ റീസെന്റ്ലി ആണ് റിവീൽ ചെയ്തതെന്ന് പറയുന്നുണ്ട്. ഈ ആള് ഒരു കല്യാണം കഴിച്ചിട്ടുണ്ട് ഒരു കുട്ടിനെ. അത് എത്ര പേർക്ക് അറിയാമെന്നറിയില്ല. ഈ ആൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഒരു ട്രാൻസിൽ പെട്ട ആളാണ് എന്ന് സ്വയം ശരീരത്തിലോ അല്ലെങ്കിൽ അയാൾക്കോ മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കേണ്ട ആവശ്യമില്ലല്ലോ. അവർക്ക് അവരുടെ ഇതിൽപ്പെട്ട ആളുകൾ തന്നെ, ഈ ട്രാൻസ് വിഭാഗത്തിൽപ്പെട്ട ആളുകൾ തന്നെ ഒരുമിച്ച് ജീവിക്കുകയെ ഒരുമിച്ച് കല്യാണം കഴിക്കാനും അതിനൊക്കെ ഇപ്പോൾ നിയമവ്യവസ്ഥതകളുണ്ട്. ഞാൻ ട്രാൻസ് വിഭാഗത്തിനെ കുറ്റം പറയുകയല്ല. അതിൽപ്പെട്ട ആളുകൾ തമ്മിൽ ഒരുമിച്ച് ജീവിക്കുന്നതിനോ ഒരുമിച്ച് വിവാഹം കഴിക്കുന്നതിനോ നമ്മുടെ ഇന്ത്യൻ നിയമവ്യവസ്ഥയിൽ അതിന് അനുകൂലമായിട്ടുള്ള നിയമങ്ങളൊക്കെ വന്ന സ്ഥിതിക്ക് അങ്ങനെ അവർക്ക് താമസിക്കാലോ. ഇത് അതിൽ പെടാത്തൊരു യഥാർത്ഥ പുരുഷനെ നീ തട്ടിയെടുത്ത് ഈ കുടുംബത്തിൽ നിന്ന് അകറ്റി അവനെ നീ ട്രാപ്പിൽ പെടുത്തി അവനെ നിന്റെ വലയിലാക്കി നിന്റെ കെണിയിലാക്കി കൊണ്ട് നടക്കുന്നതിനാണ് ഈ കുടുംബവും നാട്ടുകാരൊക്കെ പ്രതികരിക്കുന്നത്. അതിനാണ്. അല്ലാതെ നിനക്ക് നിന്റെ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ട്രാൻസ് വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ കൂടെ ജീവിക്കുന്നതിനോ
കല്യാണം കഴിക്കുന്നതിനോ ഒന്നും നിയമവ്യവസ്ഥയിലോ ഒന്നും ഒരു തടസ്സമല്ലല്ലോ. ആഷിന്റെ കൂടെ ഉണ്ട്, ലൈക്ക് നല്ലൊരു ഫ്രണ്ടായിട്ടും ഒരു നല്ലൊരു സപ്പോർട്ടറായിട്ട് എൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ തമ്മിൽ ഓക്കെ ഒരുമിച്ച് ജീവിച്ച്, അതിന് മുമ്പ് ഞങ്ങൾക്ക് അറിയാം ഒരുമിച്ച് ജീവിക്കാനുള്ള പ്ലാൻ തന്നെ ആയിരുന്നു. പക്ഷെ പറയാൻ പേടിയായിരുന്നു. ഇപ്പോഴാണ് അത് കമൗട്ട് ചെയ്ത് പറഞ്ഞത്. പിന്നെ ഇപ്പോൾ ഹാപ്പി ആയിട്ടിരിക്കുന്നു, രണ്ടാളും അടിപൊളിയായിട്ട് പോകുന്നു. ആദ്യമായിട്ട് ഓക്കെ, അപ്പോൾ ആശീനെ ഒരുപാട് നാളായിട്ട് അറിയാം, നല്ലൊരു ഫ്രണ്ടായിരുന്നു, എന്ത് കാര്യത്തിനും സപ്പോർട്ടുള്ള ഒരാളായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, അതൊക്കെ നല്ലത്. പക്ഷെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ എവിടെ വെച്ച് ഈ ഒരു ട്രാക്കിലേക്ക് മാറി, ഈ ഒരു ട്രാക്കിലേക്ക് മാറ്റി. നമ്മൾ കുറെ മുമ്പത്തെ പല വീഡിയോസിലും കണ്ടാൽ അറിയാം ആശി കരയുന്നതും ആശിക്ക് അടി കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോസ് ചെയ്യുന്നതും ആശി വീഡിയോസ് ഇട്ടതൊക്കെ നമുക്ക് കാണാം. പിന്നെയും വീണ്ടും ഇവർ തമ്മിൽ ഒരുമിച്ചാവുന്നു. അപ്പോഴാണ് നമുക്കിതൊരു ട്രാപ്പാണെന്നുള്ളത് മനസ്സിലാവുന്നത്. കാരണം ഇവന് ഇതിൽ നിന്ന് ഒഴിഞ്ഞു പോരാൻ കഴിയാത്ത വിധം എന്തോ ഒരു ട്രാപ്പിൽ പെട്ടിട്ടുണ്ടെന്ന് മനസ്സിലാവുന്നത് അതുകൊണ്ടാണ്. കുറച്ച് മുമ്പത്തെ വീഡിയോസ് ഒക്കെ കണ്ട ആളുകൾക്കൊക്കെ അറിയാം, പല സമയങ്ങളിലും ഇവർ തമ്മിൽ അടി പിടിയൊക്കെ നടന്ന് ആശി സ്വന്തമായിട്ട് വീഡിയോ ഇടുന്നു, ജാസി സ്വന്തമായിട്ട് വീഡിയോ ഇടുന്നു. അവൻ എന്നെ ഇങ്ങനെ ഉപദ്രവിച്ചിട്ടാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് അടിയും പിടിയും കൂടിയ വീഡിയോസ് രണ്ടുപേരും സെപ്പറേറ്റ് വീഡിയോസ് ഇടുന്നതൊക്കെ കാണായിരുന്നു. വീണ്ടും ഇവർ ഒരുമിക്കുന്നതും കാണാം. എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെയായിരുന്നു. അതുവരെ ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. പിന്നെ രണ്ടുപേരും ഒരേ വേവ് ലെങ്തിൽ ചിന്തിക്കുന്ന വ്യക്തികളാണ്, ഒരേ പാഷൻ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ടപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ എന്നാൽ നമുക്ക് ഒരുമിച്ച് അങ്ങ് പോവാം. അപ്പോൾ ഞാനാണ് ഫസ്റ്റ് ഇഷ്ടം പറഞ്ഞത്. അപ്പോൾ അവനും ഇഷ്ടമുണ്ടായിരുന്നു. അപ്പോൾ ഓക്കെ ഫൈൻ. അപ്പോൾ അവരും എൻ്റെ ഒരു ആരാണ് ആദ്യം ഇഷ്ടം പറഞ്ഞത് എന്ന് പറയുമ്പോൾ ജാസി വരേണ്ടെന്ന് ഞാനാണ് ആദ്യം ഇഷ്ടം പറഞ്ഞത്. അപ്പോൾ അവനും എന്നെ ഇഷ്ടമായിരുന്നു, ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ ആദ്യം തന്നെ തീരുമാനം എടുത്തിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമുക്കൊന്നും തോന്നുന്നില്ല, ഇതെന്തോ ഒരു ട്രാപ്പായിട്ടാണ് നമുക്കും അതുപോലെ ഈ ആശിയുടെ കുടുംബത്തിനും ഒക്കെ തോന്നുന്നത്. എന്തോ ഒരു ട്രാപ്പിൽ ആശി പെട്ട പോലെയാണ് തോന്നുന്നത്. പീക്ക് സിറ്റുവേഷനിൽ എൻ്റെ കൂടെ സപ്പോർട്ടിങ് ആയിട്ട് നിന്നത് ആശയായിരുന്നു. അപ്പോൾ എനിക്ക് മറ്റുള്ള എല്ലാവരും എനിക്കാട്ടും കൂടുതൽ എനിക്ക് എൻ്റെ കാര്യങ്ങളും എല്ലാം പറഞ്ഞു തന്നതും, എനിക്ക് ഓരോ കാര്യങ്ങൾ സിറ്റുവേഷൻ ഇങ്ങനെയാണ്, നീ ഇങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഓൾറെഡി ആ ഒരു പോയിന്റ് ഓഫ് ഇതിൽ എനിക്ക് കിട്ടി. ഓക്കെ ഇന്ന് ഇയാൾ തന്നെ ആയിക്കോട്ടെ നമ്മളെ ലൈഫ് പാർട്ട്ണർ എന്നൊരു തോട്ട് എനിക്ക് വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ലൈക്ക് എൻ്റെ വീട്ടിൻ്റെ എൻ്റെ ഒരു മലപ്പുറമാണ്, കുറ്റിപ്പുറം. നമ്മുടെ ഫുട്ബോളിനൊക്കെ പേര് കേട്ടത് മലപ്പുറത്താണല്ലോ. അപ്പോൾ ഫുട്ബോളിൽ ആഷി നല്ല ഫുട്ബോൾ പ്ലെയറാണ്. അപ്പോൾ അന്നൊക്കെ ഈ നല്ല കളിക്കുന്ന ആൾക്കാരെ നമ്മൾ ഓരോ ടീമിലേക്ക് കൊണ്ടുവരും. അപ്പം അങ്ങനെ ആഷി മലപ്പുറത്തേക്ക് ഫുട്ബോൾ കളിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഞങ്ങളുടെ അടുത്തുനിന്നായിരുന്നു അവർ താമസിച്ചതൊക്കെ ഞങ്ങളുടെ അടുത്ത്. അപ്പം അങ്ങനെ കാണും, സംസാരിക്കും. പിന്നെ പാലക്കാട്, അവൻ്റെ വീട് പാലക്കാടാണ്. പാലക്കാടാണ് എൻ്റെ ഉപ്പാൻ്റെ മൂത്ത ജ്യേഷ്ഠത്തി പാലക്കാടാണ്, മൂത്ത താത്ത. അപ്പോൾ ഇടയ്ക്ക് പാലക്കാട് പോകുമ്പോൾ പിന്നെയും സൗഹൃദങ്ങൾ പുതുക്കും. പിന്നെ അന്നൊന്നും ഇങ്ങനെ വലിയ കോണ്ടാക്ട് ചെയ്യാനുള്ള സമയമൊന്നും ഇല്ലല്ലോ. അപ്പം അന്ന് ലൈക്ക് ഇങ്ങനെ വെയിറ്റ് ചെയ്യും എന്തെങ്കിലുമൊക്കെ വിവരങ്ങൾ അറിയണമെങ്കിൽ. അല്ലെങ്കിൽ പാലക്കാട് പോയി കഴിഞ്ഞാൽ അവൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ പോവും, അവനെ കാണും, സംസാരിക്കും എന്നല്ലാണ്ട്. അത് ശരി. അപ്പൊ പണ്ട് മുതലേ ആശിനെ പിന്തുടർന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. പാലക്കാടുള്ള ആശിന്റെ വീട്ടിൽ വരെ എത്തിയിട്ടുണ്ട്. കുറ്റിപ്പുറത്ത് ഫുട്ബോൾ കളിക്കാൻ വേണ്ടി വന്ന ആശിനെ കാണുന്നു, പരിചയപ്പെടുന്നു, സംസാരിക്കുന്നു. അപ്പോഴൊന്നും ആശി വിചാരിച്ചിട്ടുണ്ടാവില്ല ഈ ഒരു ട്രാപ്പിൽ പെടുന്നു, ആശി വിചാരിച്ചിട്ടുണ്ടാവില്ല. എന്നിട്ട് പാലക്കാടുള്ള ആശിന്റെ വീട്ടിൽ വരെ എത്തിയിട്ടുണ്ട്, കണ്ട് സംസാരിക്കാനും പരിചയം പുതുക്കാനും വേണ്ടിയിട്ട് ആശിയുടെ പാലക്കാടുള്ള വീട്ടിൽ വരെ എത്തിയിട്ടുണ്ടെന്ന്. അപ്പൊ പണ്ട് മുതലേ പിന്തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഒന്നും പറഞ്ഞിട്ടില്ല. ആഷിക്ക് പേഴ്സണലി പണ്ട് വീഡിയോ ചെയ്യുന്നത് ഇഷ്ടമില്ലായിരുന്നു. ലൈക്ക് അവന് വീഡിയോ ചെയ്യുന്നത് ഇഷ്ടം, അവന് പബ്ലിക്കലി വരാൻ ഭയങ്കര ഒരു ലൈക്ക് ഒരു ഷൈ ക്യാരക്ടറായിരുന്നു. ഞാനാണ് ആഷിനെ വീഡിയോസിന് നിർത്തിയത്. എൻ്റെ പുറകിൽ വന്ന് നിൽക്കുന്നു പറഞ്ഞിട്ട് ഞാനാണ് ഇതാ പറഞ്ഞത്. ഇപ്പം പിന്നെ ആഷി ഓൾറെഡി നല്ല വീഡിയോസൊക്കെ ചെയ്യാറുണ്ട്. അവൻ അക്കൗണ്ടിൽ നല്ല അത്യാവശ്യം നല്ല വീഡിയോസ് ചെയ്യാറുണ്ട്. ഇപ്പം അവന് എന്നെക്കാട്ടും കൂടുതൽ ക്രൈസ് അവനാണ് വീഡിയോ. അത് ആഷിനെ നമുക്ക് വീഡിയോയിൽ കണ്ടാൽ തന്നെ അറിയാം. ആഷിക്ക് വീഡിയോ ചെയ്യാൻ താല്പര്യമുള്ള ആളാണ്, താല്പര്യമില്ലാത്ത ആളാണെന്നുള്ളത് നമുക്ക് വീഡിയോ കണ്ടാൽ അറിയാം. പിടിച്ചു വലിച്ച് നീ കൂടെ നിർത്തുന്നതാണ്. ഓരോ ഇന്റർവ്യൂകളിലായാലും വീഡിയോസിലായാലും ആശിനെ നീ പിടിച്ച് നിർത്തുന്നതാണെന്ന് ആ വീഡിയോസ് കണ്ടാൽ അറിയാം. ഒക്കെ എടുക്കാനൊക്കെ. പിന്നെ ഒരിക്കലും ആശി പറഞ്ഞിട്ടില്ല. ആശി ഒരിക്കലും എന്നോട് സർജറി ചെയ്യാൻ പറഞ്ഞിട്ടില്ല. ആഷിക്ക് എങ്ങനെയായാലും ഞാൻ ലൈക്ക് ആശി കാണുന്ന വ്യക്തി എന്ന് പറയുന്നത് എൻ്റെ ഉള്ളാണ്, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് ഞാൻ സർജറി ചെയ്ത് പൂർണ്ണമായ ഒരു പെണ്ണായ മാത്രമാണ് അവൻ്റെ ലൈഫിലേക്ക് അവൻ എടുക്കുള്ളൂ, അങ്ങനെയൊന്നുമില്ല. ആഷി ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു പാർട്ട്ണറാണ് എൻ്റെ.
ഓക്കെ, അത് ഞാൻ വിട്ടു, അതെന്തോ ആവട്ടെ. കാരണം പിടിച്ചു വെക്കുന്ന ആൾക്കാർ ഒരിക്കലും ഒരു ഇൻ്റർവ്യൂവിലോ അല്ലെങ്കിൽ ഒരു വീഡിയോസിലോ എൻ്റെ കൂടെ വളരെ ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് വന്നിരിക്കില്ല. ഞാൻ പിടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ പലപ്പോഴും പലരും പറയാറുണ്ട് ആഷിനെ ഞാൻ പിടിച്ചു വെച്ചിരിക്കുകയാണ്, ആഷിക്ക് ബെറ്റർ ലൈഫ് ഉണ്ട്. ആഷിക്ക് എന്നെ ഞാൻ എന്താണെന്ന് ആഷിക്ക് നന്നായിട്ട് അറിയാം. ആഷിനെ ഞാൻ പിടിച്ചു വെക്കേണ്ട ഒരു ആവശ്യമില്ല. കാരണം ആഷി എത്രത്തോളം ഞാൻ ആഷിൽ നിൽക്കുന്നുണ്ടെന്നും ആഷി എന്നിൽ നിൽക്കുന്നു ഞങ്ങൾക്ക് രണ്ടുപേർക്കും പരസ്പരം. പിന്നെ പറയുന്നവർ പറയട്ടെ എന്നുള്ളത് അങ്ങനെ ഇട്ടിട്ട് പോകാൻ. ഓക്കെ, അപ്പോൾ ഒരുപാട് സപ്പോർട്ടുകളും എല്ലാ കാര്യത്തിനും ഹെൽപ്പും ഒക്കെ ചെയ്തൊരു നല്ല ഫ്രണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് എവിടെയോ തോന്നി എൻ്റെ ജീവിതത്തിൽ എൻ്റെ പാർട്ട്ണർ ഇയാൾ തന്നെയാണ്. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഇഷ്ടമാണെന്ന്, ഞാനാണ് ആദ്യം തുറന്നു പറഞ്ഞത് എന്ന് പറയുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു എന്നെക്കാട്ടിയും 1 വയസ്സ് കുറവാണ്. അത് ശരിയാണ്. ആശി നിന്നിലേറെ 1 വയസ്സിന് ഇളയതാണ്. അത് ശരിയാണ്. ആശിയുടെ ഉമ്മ പറഞ്ഞു ആശിയുടെ പ്രായം 29 വയസ്സ്, നിനക്ക് 35-36 വയസ്സുണ്ട്. അപ്പൊ അങ്ങനെ നീ 1 വയസ്സിന് നിന്നിലേറെ 1 വയസ്സിന് ഇളയത് ആവുന്നത് എങ്ങനെയാ ആശി? ആണെങ്കിൽ എന്നോ പോകണം ആശി. കാരണം ഇതിനു മുമ്പ് കുറേ സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു അങ്ങനെ. പക്ഷെ എന്നിട്ടും സ്റ്റിൽ ഞങ്ങൾ ഒന്ന് അകന്ന് വീണ്ടും ഞങ്ങൾ ജോയിൻ ആയ വ്യക്തികൾ. അപ്പം ഞങ്ങളെ സ്നേഹം അത്രത്തോളം ഉണ്ട്. ഞങ്ങൾക്ക് ഒരിക്കലും എന്നിട്ട് ലാസ്റ്റ് പിരിഞ്ഞു പോകാൻ പറ്റത്തില്ല എന്ന് അറിഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ വീണ്ടും ഞങ്ങൾ ആ ഒരു ഇഷ്ടം പറഞ്ഞ് വീണ്ടും ഞങ്ങൾ ഒരുമിക്കുന്നത്. ഫസ്റ്റ് ഓക്കെ, അതാണ് ഈ കാണുന്ന ജനങ്ങൾക്കും ആർക്കും മനസ്സിലാവാത്തത്. നിങ്ങൾ അടി കൂടുന്നു, പിരിയുന്നു, ആശി കുറേ വീഡിയോസ് ഇട്ടിട്ട് എന്നെ അടിക്കുന്നു, എന്നെ ഉപദ്രവിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പല വീഡിയോസ് ഇടുന്നു, വീണ്ടും നിങ്ങൾ അടുക്കുന്നു. അവിടെയാണ് ജനങ്ങൾക്കും അവരുടെ കുടുംബത്തിനൊക്കെ സംശയം, എന്ത് ട്രാപ്പിലാണ് നീ ആശിനെ പെടുത്തിയിട്ടുള്ളത് എന്നുള്ളത്. അതാണ് കാണുന്ന ജനങ്ങൾക്കൊന്നും മനസ്സിലാവാത്തത്. അയാളോട് ചോദിക്കുക എന്താണ് പ്രശ്നം, എന്താണ് എനിക്കുള്ള പ്രശ്നം. മറ്റേ സിനിമ പറഞ്ഞ ഇവിടെ വന്നേ നീ, ഇവിടെ നിന്നേ നീ, അങ്ങനെ പറഞ്ഞ പോലെ ലൈക്ക് ഞാൻ ചോദിക്കും എന്താണ് പ്രശ്നം. നിങ്ങൾ ലൈക്കിനാണെങ്കിൽ എന്നെ കുറിച്ച് എന്നെ വെച്ച് നിങ്ങൾ ലൈക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല രീതിക്ക് ഉണ്ടാക്കും, അല്ലെങ്കിൽ ട്രോള് നല്ല ചിരിക്കാൻ പറ്റുന്ന ട്രോള് രീതിയിൽ ഉണ്ടാക്കും. എന്തിനാണെങ്കിൽ അബ്യൂസ്മെന്റ് ഒക്കെ ആയിട്ട് പറഞ്ഞ് എൻ്റെ ജെൻഡർ ഐഡന്റിറ്റി അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ട്രോള് എന്തിനാന്ന് ഞാൻ ചോദിക്കും. അത്രയേ ഉള്ളൂ, അല്ലാണ്ട് വേറെ പ്രശ്നം. അപ്പൊ നമ്മളെ ഫഹദിനെ കുറിച്ചാണ് ചോദിച്ചത്. ഫഹദിനെ നേരിട്ട് മുന്നിൽ കണ്ടാൽ എന്താണ് ചോദിക്കാനുള്ളതെന്ന് ചോദിക്കുമ്പോഴാണ് അതാണ് ഈ ചോദിക്കുന്നത്. ഫഹദ് എന്തുകൊണ്ടാണ് ഈ വീഡിയോസ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ ഫഹദ് തന്നെ ഫഹദിന്റെ വീഡിയോസിൽ പറയുന്നുണ്ട്. അതായത് ഈ ആശിയുടെ ഉമ്മയും ആശിയുടെ കുടുംബവും എന്തെങ്കിലും ചെയ്തിട്ട് ഞങ്ങളുടെ മോനൊന്ന് തിരിച്ച് കിട്ടണം, അതിനു വേണ്ടി നീ എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്തിട്ട് നീ അവരെ തമ്മിൽ ഒന്ന് പിരിച്ചിട്ട് ഞങ്ങളുടെ മോനെ തിരിച്ചു കിട്ടണം എന്ന് പറഞ്ഞ് ഈ ആശിയുടെ ഉമ്മയും ആശിയുടെ വലിയ ജ്യേഷ്ഠനും ആശിയുടെ കുടുംബം പറഞ്ഞിട്ടാണ് ഫഹദ് ഈ വീഡിയോസ് ഒക്കെ ചെയ്യുന്നതെന്ന് ഫഹദ് തന്നെ വീഡിയോയിൽ പറയുന്നുണ്ട്. പിന്നെ ആശിയുടെ ഉമ്മ ആ ഇന്റർവ്യൂവിലും പറയുന്നുണ്ട് ഫഹദിനായിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല, ഫഹദിനോട് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന ഒരാളാണ് ഫഹദ് എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, അതെന്തെങ്കിലുമൊക്കെ ആവട്ടെ. എന്തായാലും എന്താവും, ഈ ഉമ്മാക്ക് നീതി കിട്ടി, ഈ ഉമ്മാക്ക് ഉമ്മാന്റെ മകനെ തിരിച്ചു കിട്ടണേ എന്നാണ് നമ്മളുടെയൊക്കെ പ്രാർത്ഥന. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. അതേപോലെ ജാസിക്കും ജാസിയുടെ ട്രാൻസ് വിഭാഗത്തിൽപ്പെട്ട ആരെങ്കിലും ഒരു പങ്കാളിനെ കിട്ടി അവരും സന്തോഷമായിട്ട് ജീവിക്കട്ടെ. എന്നാ പിന്നെ ഈ ഉമ്മാന്റെ ഈ കണ്ണീരും മാറും, അവർക്ക് അവരുടെ ജീവിതമായി, ജാസിക്ക് ജാസിയുടെ ജീവിതമായിട്ട് മുന്നോട്ട് പോവാം. അങ്ങനെ സംഭവിക്കട്ടെ. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്.